പശു ഒരു കറവയുള്ള പശു വരുമാനമുണ്ട്. പക്ഷെ എങ്കിലും അതിനെ ഒരാൾ അതിന്റെ പിറകെ നടക്കണം. നിങ്ങളെപ്പോലുള്ളവർക്കാണെങ്കിൽ അത് വിട്ടിട്ട് പോകാനും നമുക്ക് പല ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോകാൻ പറ്റില്ല. വേറെ കാര്യങ്ങളുള്ള ഒരാൾക്ക് പശുവിനെ വളർത്താൻ പറ്റൂല. പക്ഷെ പശു ആദായമാണ്. പക്ഷെ അത് അതിനനുസരിച്ച് രാവിലെ കറക്കണം, അതിനെ നോക്കണം, അതിന് കറക്റ്റ് ബാക്കി കാര്യങ്ങൾ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ കൊണ്ടുവന്ന് വിളയിൽ കളഞ്ഞിട്ട് പോയാൽ മതി. അവിടെ പോച്ചയെ കൊണ്ടുപോയി അത് കഴിച്ചോളും. വൈകുന്നേരം ഒരു തീരെ കലക്ക് കൊടുത്താൽ മതി. ശരിക്കും ഇപ്പൊ കൂടുതലും സ്ഥലമുള്ളവർക്ക് ഏറ്റവും വളർത്താൻ പറ്റിയ സാധനം ഈ പോത്തേ ഉള്ളൂ. വെറുതെ ഈ ബംഗാളികൾക്ക് കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യം പറമ്പ് വൃത്തിയാക്കാൻ ഇവരെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി. പോത്തി തന്നെയാണ് ലാഭം. ഞാൻ രാവിലെ പച്ചവെള്ളം പിടിച്ചോന്ന് കൊടുക്കുന്നു. വൈകുന്നേരം കൊണ്ടുവന്ന് മേയ്ക്കാൻ വിട്ടിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരു കലക്ക്. അത് അങ്ങനെ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഒറ്റ നേരത്തെ കലക്ക് മതി. പിന്നെ പോത്ത് വളർത്തൽ പറഞ്ഞിട്ടുണ്ട്. പോത്ത് ഭയങ്കര സ്നേഹമുള്ള ഒരു നമുക്ക് വളർത്തി അത് കൊടുക്കാൻ തോന്നുന്നില്ല. അവസാനം അറക്കാൻ കൊടുക്കുമ്പോൾ ഒരു വിഷമം. അതാണ് ഒരു വിഷയം. പക്ഷെ അവസാനം എല്ലാം ഇത് അല്ലേ, എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് ചെറിയ പോത്തുകൂട്ടിലും വലുതും എല്ലാം തന്നെ ഉണ്ട്. എല്ലാം ഉണ്ട്. നോക്കി ചേട്ടൻ അങ്ങേറ്റം വരെ നോക്കി അല്ലേടാ. ഇപ്പൊ 200 പോത്തുണ്ട് ഇവിടെ അപ്പുറത്തുമായിട്ട്. നല്ല അതെ, നോക്കി ഇവിടെ 1, 2, 3, 4 ലൈനായിട്ടാണ് നിർത്തിയിരിക്കുന്നത് അല്ലേട്ടാ. നല്ല നല്ല കുട്ടികളെ നോക്കിയെടുക്കാം. ചെറുത് ഇത് നമുക്ക് ചെറുത് ഒരു 12 രൂപ റേഞ്ചിലുള്ള സാധനമാണ് ഈ കാണുന്നത്. അത്യാവശ്യം 15, 18, അപ്പുറത്ത് 20 റേഞ്ച്. പിന്നെ അവിടെ ചെറിയ കുട്ടികളും കുറച്ച് കുഴപ്പമില്ലേട്ടാ. അതെ അതെ, അങ്ങനെ പല ടൈപ്പ് 200ഓളം കുട്ടികളുണ്ട്. ഇത് മാത്രമല്ല അടിപ്പുറത്തെ വേറെ ഷെഡ് ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ല നെടുമങ്ങാട് ആനാട് ഐശ്വര്യ കാറ്റൽ ഫാം. നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നമ്മുടെ തെങ്കാശി മെയിൻ റോഡ്. ആനാട് എത്തുന്നതിന് മുമ്പേ, ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ വലത് സൈഡ് നാഗച്ചേരി വലത് സൈഡിൽ ഐശ്വര്യ പൗൾട്രി ഫാം. നമ്പർ വീഡിയോ എന്തായാലും ഉണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ.